ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഓരോ കൺട്രോൾസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുക, ഇഫ് എൽസ് ഒക്കെ, ഇഫ് എൽസ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ. ഇഫ് എൽസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽസ് ഇഫ്, നെക്സ്റ്റ് ഇഫിൽ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. ഓക്കെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച്, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കണ്ടത്. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഇഫ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഇഫ് എൽസിന്റെ ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു തന്നിട്ടുള്ള വാല്യൂ, ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5, അല്ലെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ 5 എന്നിട്ടുള്ളത് പ്രിന്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ നമ്പർ എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ പ്രിന്റ് എഫ് പേഴ്സൻറ്റേജസ് എൻ്റർ നമ്പർ. ഓക്കെ. എൻ്റർ ഈ നമ്പർ. ഓക്കെ. സ്ലാഷ് എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ എഫ് കൊടുത്തു. എന്താണ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് അല്ലേ. അപ്പൊ പേഴ്സൻറ്റേജ് ഡി ആണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുത്തു. അതിനുശേഷം നമ്മൾ നമ്പറിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി എന്ന് പറഞ്ഞാൽ ഇഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സിമ്പിൾ ഇഫ്. അപ്പൊ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 5, നമ്പർ ഗ്രേറ്റർ ദാൻ, ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, ഗ്രേറ്റർ ദാൻ. ഓക്കെ. ഇങ്ങനത്തേനൊക്കെ ഗ്രേറ്റർ ദാൻ 5, then printf number is greater than 5 എന്നിട്ട് പിന്നെ നമ്മൾ നമ്പർ ഈക്വൽ ടു നമ്മൾ ഒരു ജസ്റ്റ് പെർസെൻറ്റേജ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്പർ. ഓക്കെ. എന്നിട്ട് എന്ന് പറഞ്ഞാൽ എൽസ് പാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ഒരു എൽസ് പാർട്ട് കൂടി എഴുതാം. ഓക്കെ. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് എഫ് നമ്പർ എന്താ ലെസ് ദാൻ 5. ഓക്കെ. ഇത് പറഞ്ഞാൽ എന്താ ഇവിടെ പേഴ്സൻറ്റേജ് ഡി നമ്പർ. ഓക്കെ. പിന്നെ നമ്പർ നമുക്ക് ആദ്യം 3 കൊടുത്തു. എന്താ ഉണ്ടാവുക? 3 കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ലെസ് ദാൻ ആണ്, ലെസ് ദാൻ 5 ആണ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 6 കൊടുത്തു. നമ്പർ 7 കൊടുത്തു. 7 കൊടുത്തു. എൻ്റർ അടിക്കണം. അപ്പൊ നമ്പർ ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ. ഇനി 6 കൊടുത്തു. അപ്പോഴും ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ ലെസ് ദാൻ ആണ്, ലെസ് ദാൻ വെക്കാം നമുക്ക്. ഓക്കെ. ഇപ്പൊ ലെസ് ദാൻ വെച്ച് എന്താ ഉണ്ടാവുക? എൻ്റർ ദി നമ്പർ 8 കൊടുത്തു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണെങ്കിലാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ മാത്രമാണ് എന്ത് ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുള്ളൂ, ഇഫിന്റെ ഉള്ളിലേക്ക് കിടക്കുള്ളൂ. ആ കേസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റാണെങ്കിലാണെങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ 87 കൊടുത്തുള്ളൂ. അപ്പൊ 87 കൊടുത്തു കഴിഞ്ഞാൽ 87 എന്നുണ്ടാവുക 87 നമുക്ക് കൊടുക്കാം. ആദ്യം ലെസ് ദാൻ അല്ല ഉണ്ട്, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ ദി നമ്പർ എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. എൻ്റർ ദി നമ്പർ ഒരു 25 കൊടുത്തു. എന്തുണ്ടാവണം? നമ്പർ ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. ഓക്കെ. ഇനി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ വെറും നമ്പർ മാത്രം കൊടുത്ത് എന്തുണ്ടാവുക നോക്കാം. ഓക്കെ. നമ്മൾ വെറുതെ ഇവിടെ ഹലോ എന്ന് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ. ഇവിടെ വീണ്ടും ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോ ഇത് ട്രൂ ആണെന്ന്. എന്ത് സി പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാലും ആ വാല്യൂസിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം.
നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇവിടെ നമ്പർ 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്പർ വേണം. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണ് 5 എന്ന് കൊടുത്തു, 9 എന്ന് കൊടുത്തു. അപ്പൊ എന്താ ഹലോ. അതായത് സി പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഒരു നമ്പർ കൊടുത്താൽ കൂടി ഇത് ഇഫ് 1, ഇഫ് ഗ്രേറ്റർ ദാൻ 0, എന്ത് നമ്പർ ആയാലും അത് എന്താണ്, നമ്പർ ആണെങ്കിൽ എന്താണ്, അത് പോസിറ്റീവ് ആണ്, ട്രൂ കേസ് ആണ്. അതുകൊണ്ട് ഇത് ഇഫ് എന്ന് പറയുന്ന ഭാഗമാണ് വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു 0 ആണ് കൊടുത്തു വിചാരിക്കാം. ഓക്കെ, 0 ആണ് കൊടുത്തു വിചാരിക്കാം. 0 ആണ് കൊടുത്തെങ്കിൽ എന്തുണ്ടാവുക, 0 കൊടുത്തെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഫോൾസ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക, വേൾഡ് എന്നുള്ളതാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ മൈൻഡിൽ വെക്കണം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് ഇതിന്റെ ഉള്ളിൽ വർക്ക് ആവുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഓക്കെ. ഇനിയിപ്പോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ടു 3 എന്ന് കൊടുത്തു വിചാരിക്കും. ഇവിടെ വേണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. പക്ഷെ ഇവിടെ 3 എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈക്വൽ ടു ഡബിൾ നമ്മൾ ചെക്ക് ചെയ്യണം, നമ്പർ തന്നിട്ടുള്ള നമ്പർ ഡബിൾ ഈക്വൽ ടു 3 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിലാണ് ഇങ്ങനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ചെക്ക് ചെയ്യുന്ന നേരത്ത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടീഷൻ നോക്കുമ്പോൾ ഡബിൾ ഈക്വൽ ടു 3 ആണോ, അല്ല 3 അല്ല. അപ്പൊ എന്താണ്, എൽസ് പാർട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, വേൾഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിന് പകരം അസൈൻ ചെയ്തെന്ന് വിചാരിക്കുക. അസൈൻ ചെയ്ത എന്താ, നമ്പർ ഈക്വൽ ടു 3 ആയി. അപ്പൊ എന്താ, ഹാലോ ആണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എപ്പോഴും ചെക്ക് ചെയ്യണ കണ്ടീഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 കോൺസ്റ്റന്റ് ഇപ്പുറത്ത് എഴുതിയിട്ട് ഡബിൾ ഈക്വൽ ടു എന്നുള്ളത് എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കോൺസ്റ്റന്റ് ഇവിടെ എഴുതുക, എന്നിട്ട് വേരിയബിൾ ഇപ്പുറത്ത് എഴുതുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അസൈൻ ചെയ്യില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇഫിന്റെ ഇഫ് എൽസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി എന്ന് പറഞ്ഞാൽ ഇഫ് എൽസ് ഇഫ്. ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞാൽ 2-3 കണ്ടീഷൻസ് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് എൽസ് ഇഫ്. ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു ഓർഡർ ഒരു ഓക്കെ, ഒരു ഫംഗ്ഷൻ, ഒരു ഫയല്, ഒരു പ്രോഗ്രാം എഴുതാണ് നമ്മളിപ്പോ ഇഫ് എൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഇഫ് എൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് ഓരോന്നും. ഇപ്പൊ ഞാനൊരു ഇന്റീജർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മുതൽ 7 മുതൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേ, 3 എന്ന് പറഞ്ഞാൽ വെൻസ്ഡേ. അപ്പൊ അതേപോലെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ ലാസ്റ്റ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും, ഇത് ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലാണ്. അപ്പോൾ ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കണ്ടീഷൻ ഉണ്ടാവും, രണ്ടാമത് വേറൊരു കണ്ടീഷൻ ഉണ്ടാവും. ഈ കണ്ടീഷൻ വർക്ക് ആയില്ലെങ്കിൽ, ഫസ്റ്റ് ഈ കണ്ടീഷൻ വർക്ക് ആയില്ലെങ്കിൽ ഇത് ഇവിടെ ചെക്ക് ചെയ്യും. പിന്നെ ഇത് വർക്ക് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഇവിടെ ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ഈ ഇഫ് എൽസ് ഇഫ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. റൺ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഞാനൊരു 4 അടിച്ച് എന്ത് ചെയ്യാം, തേഴ്സ്ഡേ. ഒന്നുകൂടി പ്രോഗ്രാം റൺ ചെയ്യാം നമുക്ക്. എന്ന് പറഞ്ഞാൽ 3 അടിച്ചു. അപ്പൊ എന്തുണ്ടാണ്, വെൻസ്ഡേ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അത് പ്രോഗ്രാം ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. അപ്പൊ അതിന്റെ മേലുള്ള കണ്ടീഷൻസ് ഒന്നും വർക്ക് ആവില്ല. ഇതിൽ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വർക്ക് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും, കണ്ടീഷൻസ് കറക്റ്റ് ആണെങ്കിൽ വർക്ക് ആവും. ഓക്കെ, ഇനിയിപ്പോ നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടീഷൻ 2 കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കാം. ഗ്രേറ്റർ ദാൻ 1 നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 കണ്ടീഷൻസ് ഒരുമിച്ച് എഴുതിയാൽ എന്തുണ്ടാവും നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്തുണ്ടാവണം എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇന്റ് ഈക്വൽ ടു 10 പിന്നെന്താ ഇന്റ്. ഓക്കെ, ഇഫ് എ ഗ്രേറ്റർ ദാൻ 1 printf hello. If else if okay else if f greater than 2.
ഉണ്ടാവുക ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇത് എടുക്കുള്ളൂ. കാരണം എന്താ, ഇത് ഇഗ്നോർ ചെയ്യും. ഫസ്റ്റ് തന്നെ ഇത് ട്രൂ ആയി, അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇത് ഇഗ്നോർ ചെയ്യും. ബാക്കിയുള്ള കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ കൂടി എന്താ ഉണ്ടാവുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇത് എടുക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പിന്നെ പ്രിന്റ്. അപ്പൊ നമ്മൾ എന്താ ഫസ്റ്റത്തെ കണ്ടീഷൻസ് എന്തായാലും പ്രയോറിറ്റി ഉള്ളത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണമെങ്കിലും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഇതാണ്, ഇത് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ശരിയാണെങ്കിൽ ബാക്കിയുള്ള കണ്ടീഷൻസ് ഇത് നോക്കൂല. ഇത് ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇഗ്നോർ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇഫ് എൽസ് ഇഫിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്കിപ്പോ ഒരു ഇഫ് എഴുതാൻ, ഇപ്പൊ ഒരു ഇഫ് എഴുതിയിട്ട് അതിന്റെ ഉള്ളിൽ വേറൊരു ഇഫ്, അതും പറ്റും. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് അതിനുള്ളൊരു ഇതാണ്, നമ്മളിപ്പോ ഫസ്റ്റ് ഒരു ചെക്ക് ചെയ്തു, എ ഡബിൾ ഈക്വൽ ടു 10 ആണെങ്കിൽ മാത്രം ഇതിന്റെ ഉള്ളിലേക്ക് പോയാൽ മതി. എന്നിട്ട് അടുത്ത ഒരു കണ്ടീഷൻസ് നോക്കുകയാണ്, ഇഫ് ബി ഈക്വൽ ടു എന്താ ഡബിൾ ഈക്വൽ ടു 5 ആണെങ്കിൽ മാത്രം ഇതിന്റെ ഉള്ളിലേക്ക് പോയാൽ മതി. അങ്ങനെ. ഇനി അടുത്ത ഒരു കണ്ടീഷൻ പറയുന്നത് ഇഫ് സി ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു 3 എന്നാണെങ്കിൽ എന്ത്, പ്രിന്റ് എഫ് ഹലോ എന്നിട്ട് കൊടുത്ത് വിചാരിക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇൻഡ് ഏക്കൽ ടു കൊടുത്തിട്ടില്ല. ഓക്കെ, ബി ഈക്വൽ ടു 5 അല്ല, പിന്നെന്താ സി ഈക്വൽ ടു 3. അപ്പൊ എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഫ് എൽസ് എന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കാം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇഫിന്റെ ഉള്ളിൽ എത്ര ഇഫ് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ ഈ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഉള്ളിലേക്ക് വരുള്ളൂ. ഇത് ട്രൂ ആയാൽ മാത്രമാണ് ഇതിന്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ഒക്കെ എൽസ് ഇഫ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. ഇപ്പൊ ഇവിടെ എൽസ് എന്ന് എഴുതി വിചാരിക്കുക. എൽസ് പ്രിന്റ് എഫ് ബി ഫെയിൽ ഇടുന്നു. ഓക്കെ, ബി ഫെയിൽ. അപ്പൊ എന്തുണ്ടാവുക, ഇതിലിപ്പോ എ ശരിയായി പക്ഷെ ബി ഫെയിലായി. ഓക്കെ, ബി നടന്നാണ് തന്നെ ഒരു 55 കൊടുത്ത്. അപ്പൊ എന്തുണ്ടാവും നോക്കി നോക്കാം, ബി ഫെയിൽ ചെയ്തു. അപ്പൊ ബിയുടെ എൽസ് പാർട്ടായി വർക്ക് ചെയ്യണത്. കാരണം എന്താ, എഫ് കറക്റ്റ് ആയി, അപ്പൊ എയുടെ ഉള്ളിലേക്ക് കയറി. പിന്നെ പറഞ്ഞാൽ ഇത് ഇത്രയും പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എയുടെ ഉള്ളിലുള്ളതാണ്. അപ്പൊ എയുടെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബി കണ്ടീഷൻസ് വർക്കായി മാത്രമാണ് ഇത് ഇത്രയും പാർട്ട് വർക്ക് ആവുള്ളൂ. പക്ഷെ ബി ഫെയിലിയർ ആയി. അപ്പൊ എന്തായി, ബിയുടെ എൽസ് പാർട്ട് വർക്കായി. അപ്പൊ അങ്ങനെ. ഇനി എ തന്നെ ഫെയിലിയർ ആയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എൽസി കൂടി എഴുതാം. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ ഒരു എൽസിഫ് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എൽസ് മാത്രം എഴുതാം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് മാത്രം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താൻ പറ്റാവുന്നതാണ്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വേറൊരു ട്രിക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇഫ് എ ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓക്കെ, പ്രിന്റ് ഹലോ വേൾഡ് എന്ന് എഴുതി എന്താ ഉണ്ടാവുക, ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് വിചാരിക്കും. അപ്പൊ എന്താ, ഇത് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ്, അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രമാണ് ഇത് പോസിബിൾ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ പറഞ്ഞാൽ 10 ആയതുകൊണ്ട് അങ്ങനെ എടുത്തു. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഹലോ വേൾഡ് എടുത്തു. ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ എഴുതി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇത് കൂടി പ്രിന്റ് എഫ് എന്നിട്ട് നമ്പർ ഈക്വൽ ടു %d എന്നിട്ട് എന്താണ് നമ്മൾ ഇപ്പുറത്ത് എ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താ എറർ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, എൽസ് പാർട്ടില്ലേ. ഓക്കെ, ഇവിടെ കോമ കൂടി ഇപ്പൊ എന്താ എൽസ് പാർട്ടിന്റെ അവിടെയാണ് അടി കിട്ടി. ഓക്കെ, എൽസ് പാർട്ടിന്റെ അവിടെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഇത് ക്ലോസ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇവിടെ എന്നെ എഴുതിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യണം. അപ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ലൈൻസ് ആണെങ്കിൽ
എൽസ് പാർട്ട് അപ്പോൾ എന്തായി എടുക്കണില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനായിട്ട് ഇത് എടുത്തു. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യണമല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നത്തെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി സാധാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു. അപ്പൊ ഈ എൽസിന് എന്ന് പറഞ്ഞാൽ ഇഫ് ഇല്ല, എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഇഫ് കണ്ടില്ലേ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൾട്ടിപ്പിൾ ലൈൻസ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. അപ്പൊ അതിന് മനസ്സിലാവും. അതിനാണ് ബ്രാക്കറ്റിന്റെ പോയിന്റ്. സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നെക്സ്റ്റ് ഡിഫ് എന്ന് കഴിഞ്ഞു, ഇഫ് എൽസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ആണ് ഉള്ളത്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറെന്റ് ഇതായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമുക്ക് കാണാം അവിടെ സ്വിച്ച് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് 1 ബ്രേക്ക്, കേസ് 2 ബ്രേക്ക്, കേസ് 3 ബ്രേക്ക് വിത്ത് ഡിഫോൾട്ട്. സ്വിച്ച് ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്, അങ്ങനെയാണ് സ്വിച്ച് എക്സ്പ്രഷൻ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ സ്വിച്ചിന്റെ ഇതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് കണ്ടീഷൻ നോക്കാം. ആദ്യം പറഞ്ഞ എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കും. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കേസുകളാണ്. ഈ വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്കാവും, പിന്നെ ബ്രേക്ക് ചെയ്യും. അപ്പൊ പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് സ്റ്റേറ്റ്മെന്റ് 2 ആയിരിക്കും. അപ്പൊ ഈ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഈ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ ഇതിന് അനുസരിച്ച് വരുന്നത്. അപ്പൊ ഈ നമുക്ക് അതെങ്ങനെ നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പ്രോഗ്രാം എഴുതിയതാണ് ഇഫ് എൽസ് ഇഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡേയ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതേ പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളത് ഒന്ന് സ്വിച്ച് കേസിലേക്ക് എങ്ങനെ മാറ്റുന്നത് നോക്കാം. ഇപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ എന്ത് നമ്മുടെ സാധാ ഒന്ന് ഇഫ് എൽസ് ഇഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രിന്റ് ചെയ്യണത് എന്ത് ഡേയ്സ് അല്ലെ, ഡേ ഈക്വൽ ടു 1, ഡേ ഈക്വൽ ടു 2, ഡേ ഈക്വൽ ടു 3. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഫ് സ്വിച്ചിലേക്ക് മാറ്റണമെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും ഡേയുടെ വാല്യൂ വരുന്നുണ്ടാവുക അല്ലെ. 1 ആണെങ്കിൽ എന്താ മൺഡേ അങ്ങനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇവിടെ എന്ന് പറഞ്ഞാൽ ഡേ എന്നായിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ആ പ്രോഗ്രാം എന്നുള്ളത് ഇതാ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതി സ്വിച്ച് യൂസ് ചെയ്തിട്ട്. സ്വിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ സ്കാൻ ഓഫ് യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്തു. ആ റീഡ് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുത്തു. ഈ ഡേ എന്നുള്ളത് എന്താണ് ഓരോന്നിന്റെയും വണ്ണ്, അതായത് മൺഡേ ട്യൂസ്ഡേ എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ റൺ ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് കൊടുത്ത് 5 കൊടുത്ത എന്താണ് ഫ്രൈഡേ. എന്നിട്ട് റൺ ചെയ്തു 1. ഇനി പറഞ്ഞാൽ എന്താണ് ഒരു 20 നോക്കും. അപ്പൊ എന്താ ഇൻവാലിഡ് ഇൻപുട്ട്. അതെന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് കേസ് ഉണ്ടാവും. ഈ ഡിഫോൾട്ട് കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എററൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിഫോൾട്ട് കേസ്. അത് ഇൻവാലിഡ് ഇൻപുട്ട് കൊടുത്തിന് എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഫോൾട്ട് കേസസ്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ചെയ്യണ വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പ്രിന്റ് എഫ് എന്ന് വേറെയും കുറെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇനിയിപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ബ്രേക്ക് ഇടാറ് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് സ്വിച്ച് കേസ്. ഇനി സ്വിച്ച് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേയുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഡേ ആണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷൻ പറഞ്ഞല്ലോ, കണ്ടീഷൻ. അപ്പൊ ഇതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ പാസ് ചെയ്യാം, ക്യാരക്ടർ പാസ് ചെയ്യാം. 3 ഇതാണ് ഫ്ലോട്ട് വാല്യൂ പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ക്യാരക്ടർ പാസ് ചെയ്യാം, ഈനം എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഈ 2 ഡാറ്റ ടൈപ്പ് 3 ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണ് ഇന്റിജേഴ്സ്, പിന്നെ പറഞ്ഞാൽ ഈനം, പിന്നെ പറഞ്ഞാൽ ക്യാരക്ടർ. അപ്പൊ ഈ 3 മാത്രമാണ് നമുക്ക് ഇവിടെ പാസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഡേ എന്ന് പറയുന്നതിന്റെ അവിടെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റീജർ ആയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബ്രേക്ക് ഞാൻ ഇട്ടില്ല. ഓക്കെ, ഈ ബ്രേക്ക് ഇടാണ്ടിരുന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് പിടിച്ചതെന്ന് വിചാരിക്കാം. 1 എന്നുള്ളത് കൊടുത്തു. അപ്പൊ എന്തുണ്ടാവുക, 2 പ്രിന്റ് ചെയ്യും. കാരണം എന്താണ് കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് 1 ആണ് കറക്റ്റ് ആയത്. 1 എന്ന് പറഞ്ഞു 1 പ്രിന്റ് ചെയ്തു. ഈ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ അവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടുന്ന് ഔട്ട് സൈഡ് വരാൻ വേണ്ടിയിട്ട്. അതായത് ഇനി മതി ബാക്കിയുള്ളതൊന്നും നമുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ബ്രേക്ക്.
അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു സെക്ഷനിൽ എടുക്കാം. ഇപ്പൊ തൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവിടുന്ന് ഔട്ട് സൈഡ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരാണ്ടോ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നെക്സ്റ്റിലേക്ക് പോകും. അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടി വർക്ക് ആവാനുള്ള കാരണം. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും കൊടുത്തിട്ടില്ല വിചാരിക്കുക. അപ്പൊ എന്തുണ്ടാവും, ഇതിനും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോ റണ്ണായി എന്നിട്ട് 1 തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, 2 ഡേയ്സ് പ്രിന്റ് ചെയ്തു, 3 ഡേയ്സ് പ്രിന്റ് ചെയ്തു. എന്താ മൂന്നാമത്തിലാണ് സ്വിച്ച് കേസ് ബ്രേക്ക്. ഇനിയിപ്പോ ഞാൻ രണ്ടാമത്താണ് കൊടുത്ത് വിചാരിക്കുക, 2 നമ്മൾ കൊടുത്തെങ്കിൽ എന്താ 2 വട്ടം പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ കൂടി ഇവിടെ മാത്രമാണ് പ്രോബ്ലം ഉള്ളത്. എന്താണ്, നമ്മൾ കൊടുത്തില്ല, ബ്രേക്ക് കാണുന്ന വരെ അത് ഇങ്ങനെ വർക്ക് ആയതുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ടിലാണ് നമ്മൾ ബ്രേക്ക് കൊടുക്കാത്തതെന്ന് വിചാരിക്കുക. ഡിഫോൾട്ടിൽ ഞാൻ ബ്രേക്ക് കൊടുത്തില്ല, എന്നിട്ട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്ത് എന്തുണ്ടാവുക, ഡിഫോൾട്ടിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് നെസസറി ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഡിഫോൾട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് മാത്രമേ വർക്ക് ആവുള്ളൂ, അത് അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആയിട്ട് പൊക്കോളും. ഓക്കെ, അപ്പൊ ഇതാണ് സ്വിച്ച് കേസസ്. ഇനി സ്വിച്ച് കേസസിന്റെ തന്നെ നമ്മൾ വേറെ കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്വിച്ച് കേസിന്റെ ഞാൻ പറയണ്ടായിരുന്നു ക്യാരക്ടർ പറ്റുന്നുള്ളത് ഇല്ലേ. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ ക്യാരക്ടർ ഞാൻ ഇന്ന് കൊടുക്കുന്നതാണ്. ഓക്കെ, ക്യാരക്ടർ ഈക്വൽ ടു സി. ഓക്കെ, ഇനി എന്താ കേസ് 1 എന്താ സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താണ്, കേസ് അങ്ങനെയാണോ കൊടുക്കുക, ഇവിടെ വാല്യൂ ആണ്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ സി ആണെങ്കിൽ പ്രിന്റ് എഫ് ഹലോ. ബ്രേക്ക് ഇനി കേസ് വേറൊരു എ ആണെങ്കിലാ ആപ്പിൾ നോക്കാം. ഓക്കെ, കാർ നോക്കാം. കേസ് ബി. ഓക്കെ, പ്രിന്റ് എഫ് ബാറ്റ്. നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല, ബ്രേക്ക് കൊടുത്തില്ല, ബ്രേക്ക് കൊടുക്കണം. ഡിഫോൾട്ടിന് എന്താണ്, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇപ്പൊ അതിന് ബ്രേക്ക് വേണ്ട ശരിക്കും പറയുന്നത്. ഡിഫോൾട്ടിന് എന്താ, എന്റർ വാല്യൂ. നമുക്ക് സി ആണെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യണം നോക്കി നോക്കാം. ഓക്കെ, എറർ. ഓക്കെ, ഇവിടെ നമ്മൾ സെമി കോളൻ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഇത് തുടങ്ങിയിട്ട് നമ്മൾ ഓക്കെ ക്യാരക്ടർ. ഡിഡ് യു മീൻ ക്യാരക്ടർ, അതായത് സെയിം നെയിം ആണോ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി നോക്കാം.
ഓക്കെ, കാർ എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനിയിപ്പോ ഇവിടെ ബി എന്ന് കൊടുത്ത് നോക്കാം. ബി എന്നുള്ള കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് ബാറ്റ്. ഓക്കെ, ബി എന്നുള്ള കൊടുത്തു. ഇനി ഞാന് ഓക്കെ ബി എന്നുള്ളത് കൊടുത്തു. ഇനിയിപ്പോ ഞാൻ ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ ആസ്കി വാല്യൂകൾ കൊടുത്തു എന്തുണ്ടാവുക? ആസ്കി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആസ്കി വാല്യൂ എന്താണ് കൊടുത്തു എന്തുണ്ടാവും? ഓക്കെ, ആസ്കി വാല്യൂ ഓഫ് 65 ആണ് ആസ്കി വാല്യൂ. ഓക്കെ, എയുടെ അപ്പൊ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ആണ്. 65 എന്ന് കൊടുത്ത് എന്തുണ്ടാവുക? എന്റർ ദി വാലിഡ് ക്യാരക്ടർ. ഓക്കെ, നമ്മൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആയിട്ട് കൊടുത്തിട്ടുള്ള, അപ്പൊ ക്യാരക്ടർ തന്നെ വേണം. ഓക്കെ, ക്യാരക്ടർ ആയിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ ഓരോന്നും ക്യാരക്ടർ ആയിട്ട് തന്നെ കൊടുത്തുള്ളത്. അപ്പൊ എന്താ ഇനിയിപ്പോ 89 എന്ന് കൊടുത്താൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ എടുക്കില്ല. എന്റർ ദി വാലിഡ് ക്യാരക്ടർ, ക്യാരക്ടർ തന്നെ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ. ഇപ്പൊ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളിന്റെ ചെയ്യാനുള്ളതൊക്കെ പഠിച്ചു. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഫ് എൽസ് ഉപയോഗിച്ചിട്ട് ഇഫ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് തന്നിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 5 ആണോ 10 ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? ആ പ്രോഗ്രാമാണ് എഴുതാൻ പോകും. 5 ആണെന്നുള്ളത്. ഓക്കെ, ഇന്റ് മെയിൻ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റ് നമ്പർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ എന്റർ നമ്പർ. നമ്പർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്കാൻ ആംപ്രസന്റ് നമ്പർ. എപ്പോഴെഴുതാണെങ്കിൽ നമ്മളൊരു ഇനീഷ്യലൈസ് ചെയ്ത് 0 ഇനീഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഗാർബേജ് വാല്യൂ സ്റ്റോർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓക്കെ ഡിവൈഡ് ബൈ 5ന്റെ ഡിവൈഡ് ആണെന്നുള്ള അർത്ഥം. നമുക്ക് കൊടുക്കുന്ന നമ്പർ 5ന്റെ ഡിവൈഡ് ആണെങ്കിൽ പ്രിന്റ് ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും? നമ്മളിത് ഓപ്പറേറ്ററിന്റെ അവിടേക്ക് പോവാം. ഓക്കെ, ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്? ഓപ്പറേറ്റേഴ്സിൽ എന്തെങ്കിലും പറ്റുമോ? ഇല്ല. റിലേഷൻ ഓപ്പറേറ്റർ എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. 2-3 ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടി വരും. ഇതിൽ പറ്റൂലേ? ഇതിൽ ഏത് ഓപ്പറേറ്റർ? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഏത് നമുക്ക് യൂസ് ചെയ്യാം? മോഡുലസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. എങ്ങനെ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം? 5 കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ മോഡുലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 0 ആണെങ്കിൽ എന്താണ്? വാല്യൂ 0 ആണെങ്കിൽ എന്താണ്? വാല്യൂ 0 ആണെങ്കിൽ അത് 5ന്റെ ഡിവൈഡബിൾ ആണ് ആ നമ്പർ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എഴുതാൻ പോകുന്നു. ഇഫ് നമ്പർ മോഡുലസ് 5 എന്ന് എഴുതി. ഇനി എന്താ വേണ്ടത്? ഡബിൾ ഈക്വൽ ടു 0 എന്നുള്ളത് നോക്കാലോ നമുക്ക്. ഇങ്ങനെ എഴുതിയാൽ എന്താ ഉണ്ടാവുക? ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് 1 എന്താണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യണത് എന്തായിരിക്കും? മോഡുലസ് ചെയ്തിട്ട് 0 ആണ് എന്ത്? ഡിവിസിബിൾ ആണെങ്കിൽ 0 കിട്ടുക, ഡിവിസിബിൾ അല്ലെങ്കിൽ എന്താണ്? 1 ആണ് കിട്ടുക. ഡിവിസിബിൾ അല്ലെങ്കിൽ എന്താ കിട്ടുക? നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ബാക്കിയുള്ളത് ആ നമ്പറാണ് കിട്ടുക അല്ലേ? അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ കൂടി എൻ്റർ ചെയ്താൽ കണ്ടീഷൻ ഓപ്പറേറ്റർ. കണ്ടീഷൻ അല്ല, ഇതെന്താ? അസൈൻമെന്റ് അല്ല, കണ്ടീഷൻ.
ഈക്വൽ ടു റിട്ടേൺ ട്രൂ ഇഫ് ബോത്ത് ആർ ഓപ്പറൻസ് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ സീറോ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് പ്രോഗ്രാമിൽ. ഓക്കെ, സീറോ ആണോ, നമുക്കാണെങ്കിൽ ഒരു ബ്രാക്കറ്റ് കൂടുതലിടാം. ഓക്കെ, ബ്രാക്കറ്റ് അതായത് ഇങ്ങനെ ഇട്ടു. അപ്പൊ എന്താണ്, ഇങ്ങനെയാണെങ്കിൽ എന്താണ്, പ്രിന്റ് നമ്പർ ഡിവിസിബിൾ ബൈ 5, അല്ലെങ്കിൽ പ്രിന്റ് given number not divisible. Okay, by 5. നോക്കട്ടെ, റൺ ചെയ്യാം. എൻ്റർ ദി നമ്പർ, നമ്മൾ ഒരു 67 ആദ്യം കൊടുത്തു, നോട്ട് ഡിവിസിബിൾ ആണ് വേണ്ടത്. 67 കൊടുക്കും, എൻ്റർ, നോട്ട് ഡിവിസിബിൾ. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 35 കൊടുത്തു, 35. ഇനി ഈ കണ്ടീഷൻ എന്താ ചെയ്യുക, ഈ സീറോ എടുത്ത് കളഞ്ഞാൽ എന്തുണ്ടാവുക, സീറോ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ, മോഡുലസ് ഓപ്പറേറ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താ ഇത്, നമുക്ക് എന്താ കിട്ടുക, മോഡുലസ് ഓപ്പറേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ, മോഡുലസ് ഓപ്പറേറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് കിട്ടുന്ന എന്താണ്, റിട്ടേൺസ് റിമൈൻഡർ ആണ്. അപ്പൊ റിമൈൻഡർ നമുക്ക് നോക്കിക്കൂടെ, എന്ത്, ഇപ്പൊ റിമൈൻഡർ എന്താണ്, എന്തേലും ഉണ്ടെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, ഇവിടെ നോട്ട് ഡിവിസിബിൾ ആയിരിക്കും, ഇവിടെ ആ കണ്ടീഷന് ഉൾട്ടായിരിക്കും. അപ്പൊ ഇവിടെ നോട്ട് ഡിവിസിബിൾ. എന്തുകൊണ്ടാണ് നമ്മൾ സീറോ ആണെന്നുള്ള ചെക്ക് ചെയ്യണില്ല. അപ്പൊ അങ്ങനെ എഴുതി എന്തായിരിക്കും, എൻ്റെ ഒരു നമ്പർ 78 കൊടുത്തു, നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 7. കാരണം ഇതെന്താ, ഇതിപ്പോ റിട്ടേൺ ചെയ്യണം എന്താ, 78 കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ എന്തായി 3 ആയി. അപ്പൊ ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പൊ ഇഫിന്റെ ഉള്ളിലുള്ളതാണ് വർക്ക് ആവുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ വർക്ക് ആയത്. ഇനിയിപ്പോ നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പ്രൈം നമ്പർ എങ്ങനെ പ്രൈം നമ്പർ കണ്ടുപിടിക്കാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിസിബിൾ ആകുന്ന അല്ലാത്ത നമ്പേഴ്സ് അല്ലേ. അതായത് ഇതാ 1, 3, 7, പിന്നെന്താ 11, 17, ഇതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ അത് നമുക്ക് ഇതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് എന്ന് പറഞ്ഞാൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞാൽ ഇഫ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇഫ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എൽസ് യൂസ് ചെയ്തിട്ട് വേറെ എന്ത് പ്രോഗ്രാം നമുക്ക് ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പാണ്. ഓക്കെ, ഇപ്പൊ സ്വിച്ച് പഠിച്ചു, നമ്മൾ ഇഫ് എൽസ് പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോറേജ് ക്ലാസ് പഠിക്കണം. സ്റ്റോറേജ് ക്ലാസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡിഫറെന്റ് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ, അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ബൈ.